നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അറ്റ് യുവർ സർവീസ്. മേഘനാഥൻ പറ, മുകുന്ദനുള്ളിൽ നടത്തിയിരിക്കും. ഏത് പ്രശ്നമാണ് നമുക്കിവിടെ കെട്ടഴിക്കാനുള്ളത്? പറയാൻ, പണ്ട് സുഭദ്രയെ തീർക്കുന്നതിന് മുമ്പ് ഞാനൊരു കപട സന്യാസിനിയെ കയത്തിലെറിഞ്ഞു കൊന്നിരുന്നു. ചെയ്യിച്ചതൊരു ജോലിക്കാരനെ കൊണ്ടാ. പക്ഷെ ആ തള്ള ഇപ്പൊ ഈ നാട്ടിൽ ഉയർത്തെഴുന്നേറ്റോ എന്നൊരു സംശയം. കയത്തിൽ എറിഞ്ഞു കൊന്നു എന്നുള്ളത് ഉറപ്പാണോ? എറിഞ്ഞതൊരു കനാലില് എറിഞ്ഞെന്നാണ് ഉറപ്പും. പക്ഷേ ആ തള്ള അവിടെ നിന്നും ചാകാതെ എങ്ങനെ രക്ഷപ്പെട്ടു എന്നറിയില്ല. ഇപ്പൊ ഞാൻ എന്താ വേണ്ടതെന്ന് പറ. ആ സ്ത്രീ തൃപ്പങ്ങോട്ട് വീട്ടുകാരുമായിട്ട് വലിയ അടുപ്പമുള്ളവരാ. ആ തള്ള ഇന്നിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ആ രാധയും അനിയത്തിമാരും ഇവിടെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യത ഞാൻ കാണുന്നു. ഞാനൊന്ന് അന്വേഷിക്കാം. എപ്പോഴാ അവരിവിടെ കണ്ടത്? ഇത് ഭാസി എന്ന് ഞാൻ വിളിക്കുന്ന ഭാസ്കരൻ, എൻ്റെ ഒരു മാനേജറാ. നമസ്കാരം സാർ, ഞാനൊരു പാവാ. പാവമൊന്നുമല്ല, ലക്ഷണം കണ്ടിട്ട് നീ ഒരു മണ്ടനാണല്ലോ. ആട്ടെ, നീ ആ സ്ത്രീയെ എപ്പോ എവിടെ വെച്ചാ കണ്ടത്? വിശദമായിട്ട് പറയൂ, കേൾക്കട്ടെ. സംശയിക്കണ്ട, സാരിയുടെ നിറം മാറിയെങ്കിലും ഇതാ ഈശ്വരിയമ്മ തന്നെയാണ്. മേഘനാഥനെ ഉപദ്രവിക്കാൻ കഴിയുമെന്ന് ഉറപ്പ്. ആ ഉറപ്പ് തകർക്കണം. എനിക്കെൻ്റെ മുന്നിൽ വേണം അവരെ. മുകുന്ദൻ സാറ് വേണം എന്നെ സഹായിക്കാൻ. സഹായിക്കും. മേഘനാഥന് മുകുന്ദനുണിയെ വിശ്വസിക്കാം. ഈ നാട്ടിൽ ഈശ്വരിയമ്മ ഭക്തി കളിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അവരെ ഞാനൊരു തത്തക്കൂട്ടിൽ പിടിച്ചിട്ട് തൃപ്പങ്കോട്ട് ദേശത്തെ കോട്ടയ്ക്കൽ മേഘനാഥന്റെ മുഖതാവിൽ കൊണ്ടുവയ്ക്കും. കൈകൊണ്ട് ഞെക്കി അങ്ങ് കൊല്ലാൻ. വെരി ഗുഡ്. അത് കഴിഞ്ഞിട്ട് വേണം DYSP മുകുന്ദൻ ഉണ്ണി സാറിന് SP ആയി പ്രൊമോഷൻ കിട്ടാൻ. ഒരു പാലം ഇടുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. കൈ കൊടു പോലീസേ, നമുക്ക് വീണ്ടും തുടങ്ങാം ഇന്ന് തന്നെ. എന്റെ ഈശ്വര, നരകാസുരനും ഭസ്മാസുരനും ഇനി എന്ത് നടക്കൂടെ? എന്താ അഞ്ജലി ഇന്നലെ ഉണ്ടായത്? അനുമോൾ എങ്ങാണ്ട് ബോധം കെട്ട് വീണു എന്നൊക്കെ പറഞ്ഞു. ഏയ്, പെട്ടെന്ന് ചെറിയൊരു മയക്കം. സീതമ്മയോട് ഇത് ആര് പറഞ്ഞു? സുധാരേട്ടന്റെ ഒരു ഇളയമ്മ, അവരവിടെ ഉണ്ടായിരുന്നു. എന്താ പറ്റിയത് അവക്ക്? ഇന്നലെ അയാൾ അമ്പലത്തിൽ വന്നിരുന്നു ആ മേഘനാഥൻ. എന്റെ ദേവി, ആണോ? തീർച്ചയില്ല, പക്ഷേ അവൾക്ക് അങ്ങനെ തോന്നി. അതിന്റെ ഷോക്കിലാ മയക്കം വന്നത്. അത് പിന്നീട് മാറി. പക്ഷേ അല്ല, സീതമ്മ അപ്പ രാവിലെ അമ്പലത്തിൽ പോയില്ലേ? ഇല്ല, ഞാൻ തുളസി അയച്ചിട്ടുണ്ട്. ഇന്ന് ആ ഈരാളി ഡോക്ടറെ കാണേണ്ട ദിവസം. ഈരാളി ഡോക്ടറോ? ഇടയ്ക്കിടയ്ക്ക് സുധാരേട്ടനൊരു വയറുവേദന വരും. ഈ ഈരാളി ഡോക്ടറാ നോക്കുന്നേ. സർജറി വേണമെന്ന് പറഞ്ഞിരുന്നു. 2-3 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞോണ്ടാ മാറ്റിവെച്ചിരിക്കുന്നത്. ഞാനെവിടെ പോവാനാ ഈ 2-3 ലക്ഷം രൂപയ്ക്ക്? അതെ സീതമ്മ, പണമാണ് കാര്യം. നമുക്കിങ്ങനെ കല്യാണ റിസപ്ഷനോ സഞ്ചയനത്തിന്റെ കാപ്പികുടിയോ ഒക്കെ നടത്തി പിടിച്ചു നിൽക്കാനാവില്ല. ഒന്നുകിൽ വലിയ ഇവന്റുകൾ എടുത്ത് ചെയ്യുന്നവരുടെ കോൺട്രാക്റ്റുകൾ കിട്ടണം, അല്ലെങ്കിൽ അത്ര ഇവന്റുകളുടെ കാറ്ററിംഗ് കോൺട്രാക്ട് നേരിട്ട് പിടിക്കണം. എങ്കിൽ മാത്രമേ ഗുണം ഉണ്ടായിട്ട് എന്തെങ്കിലും മിച്ചം പിടിക്കാൻ പറ്റൂ. അതിന് നമുക്ക് ശ്രമിക്കാം. ആ, ഇപ്പൊ ഞാൻ വന്നത് വേറൊരു കാര്യം കൂടി പറയാനാ. ദേ, ഇവൾക്ക് ചിലപ്പോ ഉപകാരപ്പെടുന്നൊരു കാര്യമാ. എനിക്ക് ഉപകാരപ്പെടാനോ? അതെ, ഈ ഈരാൽ ഡോക്ടർ മോൻ ഒരു വലിയ കമ്പനി MD-യാ. അവരുടെ കമ്പനിയിൽ ഇപ്പൊ ആളെടുക്കുന്നുണ്ട്.
നീയും ആരതിയും കൂടി ഒന്ന് വന്ന് കണ്ട അവിടെ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാലോ? ആ അത് കൊള്ളാലോ. എന്താടി പോയാലോ നമുക്ക്? പോവാൻ ചേച്ചി. ദിവസവും ജോലിയുണ്ടോ ചോദിച്ച് ഓരോ സ്ഥലങ്ങളിൽ ഇന്റർവ്യൂവിന് പോകലല്ലേ. ഇതിപ്പോ പരിചയക്കാരൻ എം ഡി ആവുമ്പോ കൂടുതൽ നല്ലതാ. എന്നാ പോയി റെഡിയാവ്. അച്ചൂട്ടാ നീ ഒരുങ്ങ്. ഇന്ന് നമ്മള് നേരത്തെയാ സ്കൂളിൽ പോന്നെ. അല്ല, അവൻ മാത്രമല്ല, നീ ഇറങ്ങ്. നമ്മൾ 3 പേരും ഒരുമിച്ചാ പോന്നെ. 9 മണിക്കൊരു ബസ്സുണ്ട്. ഞാനേ അപ്പോഴേക്ക് ആരും ഒന്ന് കാണാം. ശരി വാ. എന്താടി ഒരാലോചന? ഏയ് സീതമ്മ എപ്പോ വന്നു? ദാ ഇപ്പോ. നീ എന്തോ ബോധം കെട്ട് വീണെന്ന് കേട്ടിട്ട് വന്നതാ. ഏയ് നീ ഇങ്ങനെ വിഷമിക്കേണ്ട. അഞ്ജലി പറഞ്ഞു കാര്യങ്ങൾ. സത്യത്തിൽ നീ ആളെ നേരിട്ട് കണ്ടോ അതോ വെറും തോന്നലായിരുന്നോ? ഇപ്പോഴും എനിക്കൊരു തീർച്ചയില്ല സീതമ്മേ. അത് വെറും ഒരു തോന്നലായിരിക്കണേന്നാ ഇപ്പോഴും എന്റെ പ്രാർത്ഥന. അയാൾ ഈ നാട്ടിലേക്ക് കയറി വന്ന പിന്നത്തെ കാര്യം എനിക്ക് ആലോചിക്കാനേ വയ്യ. വയ്യെങ്കി ആലോചിക്കണ്ട, പോരെ. ഏതായാലും കഥ കുറച്ചൊക്കെ അറിയാവുന്ന എനിക്ക് തോന്നുന്നത് അയാൾ വെറുതെ ഇരിക്കില്ലെന്നാ. ഇത്രയും നാളെ നിങ്ങളെ കണ്ടു കിട്ടാത്ത സ്ഥിതിക്ക് ഇനി അയാൾ ശ്രമിക്കാൻ പോകുന്നത് നിങ്ങളെ സ്വത്തും മറ്റും കിട്ടാനായിരിക്കും. അത് ഈസിയായി കിട്ടിയാൽ തൽക്കാലം അടങ്ങും. പക്ഷേ കിട്ടിയില്ലെങ്കിലാണ് പ്രശ്നം. അതങ്ങനെ കിട്ടില്ല സീതമ്മേ. അച്ചൂട്ടിന് ഇപ്പൊ കുളിച്ചിറങ്ങും. നീ പോയി അവൻ ആ യൂണിഫോം ഒക്കെ ഒന്ന് എടുത്തു കൊടുക്ക്. ആരതി അവന്റെ ടിഫിൻ റെഡിയാക്കുക. ശരി. അവളെ ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയതാ. തൃപ്പങ്ങോട്ടെ മേഘനാഥൻ ഒരിക്കലും അടങ്ങാൻ സാധ്യതയില്ല സീതമ്മേ. സ്വത്ത് കിട്ടുന്നത് അയാളുടെ ലക്ഷ്യം തന്നെയാ. ഞങ്ങൾ അത് ചോദിച്ചിനി അങ്ങോട്ട് മടങ്ങാനും പോകുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് ഉപേക്ഷിക്കാനും മടക്കി കൊടുക്കാനും കഴിയാത്ത അയാളുടെ ഒരു മഹാസ്വത്ത് ഞങ്ങളോട് ഇപ്പോഴും കൂടെയുണ്ട്. ഞങ്ങളുടെ അച്ചൂട്ടൻ, അയാളുടെ കോട്ടക്കൽ കാശിനാഥൻ. അവൻ ഞങ്ങളോടുള്ള കാലത്തോളം മേഘനാഥൻ തന്റെ പകയും പ്രതികാരവും കൂടെ കൊണ്ട് നടക്കും. ഒരു നാൾ ദേ ആ നടപ്പിടി ചവിട്ടി അയാൾ ഈ വീടിന്റെ അകത്തേക്ക് കടന്നു വരുമെന്നുള്ളത് ഉറപ്പാ. ഞാൻ എന്നും പ്രതീക്ഷിക്കുന്നുണ്ടത്. ഇന്നാണോ നാളെയാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.